ഹലോ പ്രിയപ്പെട്ടവരെ, മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാവാൻ പോകുന്ന വ്യത്യസ്ത പടവുമായി പൃഥ്വിരാജ് എത്തുന്നു. ടോവിനോ ചിത്രമായ ARMൻ്റെ ഡയറക്ടർ കൂടിയായ ജിതിൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലാണ് പുതിയ ചിത്രമെത്തുന്നത്. സയൻസ് ഫിക്ഷൻ, ഏലിയൻ കാറ്റഗറിയിൽ ചിത്രമെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ ചിത്രം ARM യൂണിവേഴ്സിലേക്ക് പൃഥ്വിരാജിനെ എത്തിക്കുമോ എന്നും ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പൃഥ്വിരാജ് തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുക. ഇതുകൂടാതെ ARM സിനിമാറ്റിക് യൂണിവേഴ്സിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്താൻ ചർച്ചകൾ നടക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ചിത്രത്തിൽ മോഹൻലാൽ ദി ക്രിയേറ്ററായിട്ട് എത്തുമെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പൃഥ്വിരാജും മോഹൻലാലും ARM യൂണിവേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ ആരാധകർക്കിടയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുവാനും സാധ്യതയേറെയാണ്. ഇപ്പോൾ സംവിധായകനായ ജിതിൻലാലിൻ്റെ ഈ വാർത്തകളെ ചുറ്റിപ്പറ്റിയുള്ള ഒഫീഷ്യൽ കൺഫർമേഷനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യത്യസ്ത തരം ചിത്രങ്ങൾ മലയാള സിനിമാ ആരാധകരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധായകനാണ് രാഹുൽ സദാശിവൻ. 2013 നരേനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയ റെഡ് റെയിൻ, ഷൈൻ നിഗം നായകനായ ഭൂതകാലം, മമ്മൂട്ടിയുടെ ഭ്രമയുഗം തുടങ്ങി വളരെ വേറിട്ട സിനിമാ ചരിത്രമാണ് രാഹുൽ സദാശിവനുള്ളത്. രാഹുൽ സദാശിവൻ്റെ ഇപ്പോൾ പ്രണവ് മോഹൻലാലിനെ വെച്ച് നിർമ്മിക്കുന്ന പുതിയ പ്രൊജക്റ്റാണ് NSS2. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെയും വൈനോട്ട് സ്റ്റുഡിയോസിൻ്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും സാക്ഷിയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. മാർച്ചിൽ കൊച്ചിയിൽ ആരംഭിച്ച ഷൂട്ടിംഗ് 40 ദിവസത്തോളം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആക്കിയത്. രാഹുൽ സദാശിവൻ്റെ മുമ്പത്തെ സിനിമകളായ ഭ്രമയുഗവും ഭൂതകാലവും ഉൾപ്പെടെയുള്ള സിനിമകൾ ഹൊറർ കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് തന്നെ ഈ സിനിമയും ഹൊറർ കാറ്റഗറിയിൽ തന്നെ ആയിരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. രാഹുൽ സദാശിവനുമായുള്ള പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യത്തെ കൊളാബറേഷൻ കൂടിയാണ് ഈ ചിത്രം. അതുകൊണ്ട് തന്നെ സംവിധായകൻ പ്രണവിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സിനിമകളെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ പുതിയ സിനിമാ വിശേഷങ്ങളും കായിക വിശേഷങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്